ആവശ്യപ്പെട്ട പ്രകാരമുള്ള 3 ദിവസം മുമ്പാണ് നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. ആവശ്യപ്പെട്ട പ്രകാരമുള്ള തിരച്ചിൽ അവർ നടത്തുന്നുണ്ടെന്ന് നമുക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ തരുന്നുണ്ട്. ഇന്നിപ്പം ലേറ്റായിട്ടാണ് ഇത്തിരി അപ്ഡേറ്റ് വന്നത്. പക്ഷേ രാമേശ്വരം ഭാഗത്തോട്ടാണ് നമുക്ക് ആ കറണ്ടിൻ്റെ ഫ്ലോ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് രാമേശ്വരം ഭാഗത്തോട്ടാണ് നമുക്ക് ഇത് വേണമെന്നുള്ളത് 3 ദിവസം മുമ്പേ നമ്മൾ കളക്ട്രേറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞത് രാമേശ്വരം ഭാഗത്തു നിന്ന് കളക്ടറിനോട് ഇപ്പോഴാണ് റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. 40-നുള്ളിൽ വിവരം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെ, 11:40 വിവരം അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി തമിഴ്നാട് സൈഡ് സെർച്ച് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഡ്രോണിയറിൻ്റെയും പിന്നെ ഒരു ഡ്രോണിയർ 9:40 സെർച്ചിന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു ഷിപ്പ് 72 മണിക്കൂർ സെർച്ച് ഇന്നലെ തുടങ്ങി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ രാമേശ്വരം സൈഡ് സെർച്ചിനാണ് നമ്മൾ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ന് റിക്വസ്റ്റ് പോയിട്ടുണ്ട്. 11:40 സംതിങ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇത് റിപ്പോർട്ട് വരുമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് നോക്കി കാണണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സമുദായത്തിൻ്റെ ആവശ്യമാണ് പറഞ്ഞത്. കൃത്യമായിട്ടും ഞങ്ങളുടെ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ വന്ന വകുപ്പ് മന്ത്രി അടക്കം ആ ആവശ്യങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചു പോയവരാണ്. ഈ കാര്യങ്ങൾ, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ടും ഞങ്ങളുടെ അധികാരികളോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങളുടെ അധികാരികളോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പോൾ ആർക്ക് എവിടെയാണ് പൊള്ളുന്നത്? ഞാൻ ചോദിക്കുന്നത് അതാണ്. ഈ അനാവശ്യമായ കമൻറ്റുകളും അനാവശ്യമായിട്ടുള്ള ഇതിടുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഇവിടെ വന്ന വകുപ്പ് മന്ത്രി, അതായത് വനവകുപ്പ് മന്ത്രി അടക്കം ഞങ്ങൾ ചോദിച്ച ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം കൃത്യമാണെന്ന് അംഗീകരിച്ചവരാണ്. അങ്ങനെ അംഗീകരിക്കവേ ഇതങ്ങനെ ചെയ്തിട്ടില്ല, ഇവർക്ക് എന്താണ്, ഇവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ, നിങ്ങൾക്ക് എന്ത് ആവശ്യമാണ് നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ഇടേണ്ടത്? ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നടന്ന സെർച്ചാണോ ഇപ്പം നടക്കുന്നത്? നോക്കിക്കാണുന്നവർക്ക് അറിയാമല്ലോ, ആദ്യം നടന്ന സെർച്ചാണോ ഇപ്പം നടക്കുന്നത്. അതായത് ഞങ്ങൾ കളക്ട്രേറ്റിൽ പോയി ചോദിച്ചതിന് ശേഷമാണ് ഡ്രോണിയറിൻ്റെ, അതായത് ഏരിയൽ സെർച്ച് 3 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. 3 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, തിരച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഊർജിതമാക്കാം എന്നുള്ള കാര്യങ്ങൾ, ഓക്കെ, ആ സൈഡുള്ള തിരച്ചിൽ നടത്താം എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ചോദിക്കുന്നു. എൻ്റെ ആവശ്യം, ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അധികാരികളോടെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വിവരവുമില്ലാതെ, അതിനെപ്പറ്റി ഒരു കാര്യം അറിയാതെ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിടുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. പക്ഷേ കുറച്ച് പേര് അനാവശ്യമായിട്ടുള്ള കമൻറ്റ്, വൃത്തികെട്ട കമൻറ്റുകളൊക്കെ ഇടുന്നവരോട്, എൻ്റെ ചേച്ചിക്ക് സോഷ്യൽ മീഡിയ ഹോൾഡ് ഇല്ല, അതുകൊണ്ട് അവൾ അത് അറിയുന്നില്ല. പക്ഷേ കുറച്ച് പേര് വന്നവർ ഞങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തന്നു. പക്ഷേ ഇങ്ങനെ ഇടുന്നത് എന്തുദ്ദേശത്തിലാണ്? ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ വന്ന വകുപ്പ് മന്ത്രി ഞങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി തുടർച്ചയായിട്ടും ഉറപ്പായിട്ടും ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു പോയ അദ്ദേഹത്തിന് വിവരമുണ്ട്. അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത് ഞങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതല്ല. ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് നിങ്ങൾ ആ ഒരു കണ്ടന്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഇത് ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ചോദിക്കുന്നു, അവരുത്തരം തരട്ടെ. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഞങ്ങൾ ചോദിക്കുന്നവർ ഞങ്ങൾക്ക് ഉത്തരം തരട്ടെ. ഉത്തരം ഇപ്പം കുറച്ച് പേർ ഇപ്പം തരുന്നുണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കൃത്യമായിട്ടുള്ള ഇടപെടൽ നടക്കുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ആവശ്യം റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു, സെർച്ചിങ് ഓപ്പറേഷൻ അല്ല. അതിൻ്റെ ഇനി വരും തലമുറകൾ, ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കണം എന്നുള്ള ആവശ്യം വയ്ക്കുന്നത് ആ വേദനയിൽ നിന്നതുകൊണ്ടാണ്. ആ വേദന ഇനിയൊരു മത്സ്യത്തൊഴിലാളിക്കും വരാൻ പാടില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, കടലിൽ പണിക്ക് പോകുമ്പോഴേ അപ്പം കടലിൽ പണിക്ക് പോകുമ്പോൾ അമ്മയും മക്കളും, തീരദേശത്തുള്ള എല്ലാവരുടെ അവസ്ഥയാണ്, അമ്മയും മക്കളും വീട്ടിൽ ഭീതിയോടെയാണ് കഴിയുന്നത്. തിരിച്ചു വരുമോ ഇല്ലയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ ഭീതിയോടെയാണ് കഴിയുന്നത്. ആ ഭീതി ഇല്ലാതെ അവർക്ക് ആശ്വാസത്തോടെ വീട്ടിലിരിക്കാൻ പറ്റണം. അതിന് വേണ്ട ആവശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞത് എവിടെയാണ് കൊണ്ടത്? ഇത് ആരെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്? ഈ ആവശ്യം പറഞ്ഞത് ആർക്കാണ് കൊണ്ടത്?
നിങ്ങൾ ആരെങ്കിലുമാണോ കുറ്റം പറഞ്ഞത്? ഇത് കാലാകാലങ്ങളായിട്ട് സമൂഹത്തോട് കാണിക്കുന്ന അനീതിയെ തുറന്നു പറഞ്ഞത്, സമൂഹത്തോട് കാണിക്കുന്ന ഒരു അവഗണനയെ തുറന്നു പറഞ്ഞത് എവിടെയാണ് നിങ്ങൾക്ക് കൊണ്ടത്? ഞങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾ കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഓക്കിക്ക് ശേഷം ഇങ്ങോട്ട് ഒരു വലിയൊരു ഡെവലപ്മെൻറ്റ്, ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമായിരുന്നു. ഇത് പറയുമ്പം കുറച്ച് അവന്മാർ വന്നിട്ട് ഇത് മറ്റേ രാഷ്ട്രീയമല്ലേ നോക്കേണ്ടത്, ഈ രാഷ്ട്രീയമല്ലേ നോക്കേണ്ടത്. ഞങ്ങളുടെ അധികാരികളോടാണ് സംസാരിക്കുന്നത്. ഇത് ആരെങ്കിലും ഒന്ന് ഇടപെടും, ആരെങ്കിലും ഒന്ന് ഇടപെട്ട് ഇതിലൊരു തീരുമാനം എടുക്കാനാണ് പറയുന്നത്. അവരെല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ് കടലിൽ ആക്സിഡന്റ് ഉണ്ടായാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു SOP ഇല്ല എന്നുള്ളത് അവർ അംഗീകരിച്ച കാര്യമാണ്. ജനറൽ SOP ആണ് നമ്മൾ കടലിന് ഉപയോഗിക്കുന്നത്. ജനറലായിട്ടുള്ള SOP കടലും കരയും വേറെയാണ്, മനസ്സിലാക്കുക. വിവരമില്ലാത്തവർ ഈ വിവരം നിങ്ങൾ ഉൾക്കൊള്ളുക. ഇതാണ് പറയുന്നത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഒരു സമുദായത്തിൻ്റെ അവകാശവും ആവശ്യവുമാണ് ഉന്നയിക്കുന്നത്. നിങ്ങൾ ആരെയും ഞങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി വന്നില്ല, നിങ്ങൾ ആരെയും ഞങ്ങളൊന്നും പറയാനും വന്നില്ല. ഒരു സമുദായത്തിൻ്റെ അവകാശവും ആവശ്യവും അത് അതേപടി അധികാരികളിലോട്ട് എത്തട്ടെ. അധികാരികൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കട്ടെ, അറിയിക്കട്ടെ. അതിന് ആ പാർട്ടിക്കാരിങ്ങനെ പറഞ്ഞു, ഈ പാർട്ടിയെയാണോ പറഞ്ഞത്? ഞങ്ങളുടെ ആവശ്യമല്ലേ പറഞ്ഞത്? ഞങ്ങളോട് കാണിച്ച അവഗണനയില്ലേ ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അവർ തിരിച്ചു പറയട്ടെ. അവർ പറയുന്നില്ല, വേറെ ആർക്കും എവിടെ പൊള്ളി? ഇത്രേ പറയാനുള്ളൂ. സൈബർ ബുള്ളിങ്ങിനെ ഭയക്കുന്നില്ല, പക്ഷേ അവരുടെ വിവരമില്ലായ്മ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വൈറസാണ്. കാരണം നമ്മുടെ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കും അത്. കാരണം ആ വൈറസ് ഞങ്ങളുടെ ആവശ്യത്തിനെ മുക്കിക്കളയാനുള്ള സാധ്യത ഉണ്ട്. രാഷ്ട്രീയവൽക്കരിക്കപ്പെടാതിരിക്കുക. സൈബർ ബുള്ളിങ്ങിനെ ഞങ്ങൾ ഭയക്കുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഫോണിലാണ് മെസ്സേജ് വരുന്നത്. ഈ മെസ്സേജ് നോക്കാത്തവൻ സൈബർ ബുള്ളിങ് കാണുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ആവശ്യം ഇതിൻ്റെ പേരിൽ ഇല്ലാതാവരുത്. ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇന്നലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി നിങ്ങളെയാണ് വിളിച്ചു ചോദിക്കുകയാണ് എവിടെയാണ് തെരച്ചിൽ വേണ്ടതെന്ന്. 9 ദിവസം എടുക്കുന്നു. കളക്ടറോട് നിങ്ങൾ പറഞ്ഞതാണ് രാമേശ്വരത്ത് കൃത്യമായിട്ട് തെരച്ചിൽ നടത്തണമെന്നത്. പക്ഷെ അത് വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല. അതെ, അതായത് ഇന്നലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചതിൻ്റെ പേരിൽ അങ്ങോട്ട് പറഞ്ഞു രാമേശ്വരത്ത് സെർച്ച് നടത്തണമെന്ന്. രാമേശ്വരത്ത് സെർച്ച് നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉറപ്പായിട്ടും അത് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് DD ഇങ്ങോട്ട് വിളിക്കുകയുണ്ടായി. DD വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എവിടെയാണ് സെർച്ച് വേണ്ടത്, ഏത് സെർച്ചാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഏരിയൽ സെർച്ചാണ്, കാരണം അവിടെ നമുക്ക് മൊത്തത്തിൽ നോക്കി മനസ്സിലാക്കുന്നുണ്ട്, ഏരിയൽ സെർച്ച് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നടത്താമെന്ന് പറഞ്ഞു. അതിൻ്റെ റിക്വസ്റ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ADയും DDയും പറഞ്ഞത് വൈരുദ്ധ്യങ്ങളുണ്ട്. 3 മണിക്കൂർ സെർച്ച് നടത്തുമെന്ന് പറഞ്ഞു. ഒരു DD പറയുന്നത് 2 മണിക്കൂർ നടത്തിയിരുന്നു, ഒരു വിഭാഗം പറയുന്നത് 2.5 മണിക്കൂർ നടത്തിയിരുന്നു. അവർ തന്ന മെസ്സേജിലുണ്ടായ മിസ്റ്റേക്കാണ്, പിഴവാണത്. അതായത് ഒരാൾ പറഞ്ഞത് 2 മണിക്കൂർ സെർച്ച് നടത്തിയെന്നും ഒരാൾ പറഞ്ഞത് 2.5 മണിക്കൂർ സെർച്ച് നടത്തിയെന്നാണ്. അതിൻ്റെ മെസ്സേജ് നമ്മുടെ കയ്യിലുണ്ട്. അവർക്ക് പിഴവ് പറ്റിയതായിരിക്കും, അത് നമ്മൾ പറയുന്നു. ഇനി നമ്മൾ ആർക്ക് എതിരെ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ അവസാനം വരെയും ചോദിക്കും. അവകാശം ചോദിക്കേണ്ടവരടുത്ത് ചോദിക്കും. ആരെയും കണ്ട് ഭയക്കുന്നതല്ല. കാരണം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് ഈ ആവശ്യം മുങ്ങിപ്പോകാൻ പാടില്ല. തീരദേശത്തെയും കടൽ മക്കളെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശമാണ് മുഖ്യമന്ത്രിയും വകുപ്പിലെ ചില മന്ത്രിമാരൊക്കെ നടത്തിയത്. നിങ്ങൾ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. മാപ്പ് പറയണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു സമുദായത്തെ അതിൻ്റേതായ രീതിയിൽ കാണേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ബഹുമാനാർഹമായ രീതിയിൽ കാണേണ്ടത് അതിൻ്റേതായ രീതി അത് അത്യാവശ്യമാണ്. ഏത് സമുദായമാണെങ്കിലും, ആദിവാസി മേഖലയാണെങ്കിലും തീരദേശവാസികളാണെങ്കിലും ഏത് സമുദായമാണെങ്കിലും ഇക്വാലിറ്റിയോടുകൂടി കാണണം. എന്ത് റിസ്ക് എടുത്താലും അവരെ സംതൃപ്തരാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ജനമാണ് ഓരോ ആൾക്കാരുടെയും ഓരോ സെർവൻസിൻ്റെയും പ്രയോറിറ്റി, അല്ലാതെ പാർട്ടീസ് അല്ല. പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സർക്കാരും അതിൽ നിന്ന് രൂപീകരിക്കുന്ന സർക്കാരും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ജനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ പാർട്ടിക്കോ മറ്റുള്ളതിനോ വേണ്ടിയിട്ടുള്ളതല്ല. അത് മനസ്സിലാക്കണം. അത്രേ പറയാനുള്ളൂ. അതിനുശേഷം വിളിച്ചിട്ടില്ല. അന്ന് വിളിച്ചത് തന്നെയാണ്.